എല്ലാവർക്കും നമസ്കാരം. 2025 ഡിസംബർ 25 മലയാള മനോരമയിലെ വാർത്തയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. കേരളത്തിന് സ്വന്തം ID കാർഡ്, അതായത് നേറ്റിവിറ്റി കാർഡ്, അതായത് പൗരത്വ രേഖ കേരളത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ നിയമവശം നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഭരണഘടനയുടെ 11-ാം ആർട്ടിക്കിൾ അനുസരിച്ച് പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമങ്ങളും കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ആർട്ടിക്കിൾ 246 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന അവരവർക്ക് ഉണ്ടാക്കാവുന്ന നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ നിയമങ്ങളിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന 17ാമത് പറയുന്നത് സിറ്റിസൺഷിപ്പ്, നാച്ചുറലൈസേഷൻ, ഏലിയൻസ് എന്നിവയെക്കുറിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കുവാൻ സെൻട്രൽ ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി 18ാമത് പറയുന്നത് എക്സ്ട്രാഡിഷനെ കുറിച്ചാണ്. അതായത് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന സമയത്ത് അതിന് സാധിക്കാതെ വരുന്ന ആളുകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ ആ രാജ്യത്ത് നിന്ന് എക്സ്ട്രാഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ആ ഒരു സംഗതി കേരളത്തിൽ സാധ്യമാവുമോ? കേരളത്തിൽ പൗരന്മാരല്ല എന്ന് പറയുന്ന ആൾക്കാരെ എങ്ങനെയാണ് കേരളത്തിന് പുറത്തേക്ക് വിടുവാൻ സാധിക്കുക? ആർട്ടിക്കിൾ 19 വളരെ വ്യക്തമായിട്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുവാനും താമസിക്കുവാനും ജോലി ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നഗ്നമായ ഒരു ലംഘനമായിരിക്കില്ലേ ഈ പൗരത്വ കാർഡ് അല്ലെങ്കിൽ നേറ്റിവിറ്റി കാർഡ്? അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് ഇറക്കുന്നതിൽ പ്രത്യേകിച്ച് ആർക്കും ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ് സത്യം എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ, ചിലപ്പോൾ 1-2 പേർക്കായിരിക്കും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നത്. അല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമേ വരുന്നില്ല. എന്നാൽ നിയമം മൂലം ഇങ്ങനെ ഒരു നേറ്റിവിറ്റി കാർഡ് ഉണ്ടാക്കുകയാണ് എങ്കിൽ അത് എല്ലാവരും തന്നെ എടുക്കേണ്ട ആവശ്യം വരും. കേരളത്തിലുള്ള 3 കോടിയോളം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെ ഒരു നേറ്റിവിറ്റി കാർഡ് എടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ കേരളത്തിലുള്ള ജനങ്ങൾ അവർക്ക് നേറ്റിവിറ്റി കാർഡ് എടുക്കുവാൻ വേണ്ടിയിട്ട് പണം ആരാണ് കൊടുക്കുക? ഇത് തികച്ചും സൗജന്യമായിട്ട് ഗവൺമെൻറ് കൊടുക്കുമോ? അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അതിൻ്റെ അധിക ഭാരം ചുമക്കേണ്ടി വരുമോ എന്നതും ആലോചിക്കേണ്ട വസ്തുതയാണ്. ഇനി മറ്റൊന്ന്, സെൻട്രൽ ഗവൺമെൻറ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള NPR, NRC തുടങ്ങിയ സംഗതികളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, അതായത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളുടെയും ഒരു ഡേറ്റ തയ്യാറാക്കുക എന്നുള്ളതും, അതുപോലെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് NRC നടപ്പിലാക്കുക എന്നുള്ളതും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളാണ്. അപ്പോൾ ഒരു തരത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം, നേറ്റിവിറ്റി കാർഡ് ഉണ്ടാകുകയാണെങ്കിൽ അതിനുള്ള ഒരു ഗുണവശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പറയുന്ന നേറ്റിവിറ്റി കാർഡ് NRCക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ നിയമപ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു കാർഡ് ഇറക്കുവാനോ അതിനുള്ള ഒരു നിയമപ്രാബല്യം നൽകുവാനോ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരമില്ല എന്നുള്ളതാണ്. ഫലത്തിൽ ഇത് മറ്റൊരു നിയമയുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പദ്ധതി നടപ്പിലാക്കുവാൻ ഭരണഘടനാപരമായ സാധ്യത ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.